എന്താ അടുത്ത പരിപാടി? ഡാൻസും ഗാനമേളയും. എവിടെ നിന്റെ അമ്മായി രണ്ടായിട്ട്. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ജോക്കർ 2 അല്ലെങ്കിൽ ജോക്കർ ഫോളി എഡു ആണ്. (2019) ജോക്കർ സിനിമയുടെ ഒരു ഡയറക്റ്റ് സീക്വലാണിത്. 1 ബില്യന് മേൽ കളക്ഷൻ അടിക്കുകയും വാക്കിംഗ് ഫീനിക്സിന് ബെസ്റ്റ് നടനുള്ള ഓസ്കാർ നേടിക്കൊടുക്കുകയും ചെയ്ത സിനിമയായിരുന്നു അത്. സോ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ലേഡി ഗാഗയുടെ ഹാർലി ക്വിന്നും കൂടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു ഈ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ. പക്ഷേ ഐ എം സോറി ടു സേ ദിസ്, കംപ്ലീറ്റ് എക്സ്പെക്ടേഷനും ഹൈപ്പും ഇല്ലാതാക്കിയ ഒരു സിനിമയാണ് അവസാനം കിട്ടിയെന്ന് പറയേണ്ടി വരും. ഈ സിനിമ എനിക്ക് നെഗറ്റീവ്സ് പറഞ്ഞുകൊണ്ട് തുടങ്ങേണ്ടി വരും. കാരണം അത്രയേറെ എന്നെ ഫ്രസ്ട്രേറ്റഡ് ആക്കിയ ഒരു സിനിമ കൂടെ ആയിരുന്നത്. ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ ഒരു പോയിന്റ്ലെസ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ജോക്കർ 2 ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ എന്തായിരുന്നു ഇതുകൊണ്ട് അവർ ഉദ്ദേശിച്ചെന്നുള്ളത് വളരെ കൺഫ്യൂസിംഗ് ആണ്. ജോക്കർ 1 സംഭവങ്ങൾക്ക് ശേഷം ഓർത്തർ ഫ്ലെക്ക് ജയിലിലാകുകയും കോടതിയിൽ നിന്ന് അയാളുടെ വിധിയും കാത്തിരിക്കുകയാണ്. ഓർത്തർ ഫ്ലെക്ക് എന്നും ജോക്കർ എന്ന 2 ഐഡന്റിറ്റി തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റും ഇവിടെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏത് ഐഡന്റിറ്റി അയാൾക്ക് എടുക്കേണ്ടി വരുന്നു എന്നതും. ജയിലിനോട് ചേർന്നുള്ള ഒരു കറക്ഷൻ ഫെസിലിറ്റി അല്ലെങ്കിൽ സൈക്കാട്രിക് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയിൽ വെച്ച് ഹാർലിൻ ക്വിൻസൽ എന്ന ഹാർലി ക്വിന്നെ പരിചയപ്പെടുന്നു. അതൊരു റൊമാൻസിലേക്ക് നീങ്ങുന്നു. ഓർത്തർ പിന്നെ ലോകത്തിനെ വേറൊരു പെർസ്പെക്റ്റീവിലൂടെ കാണാൻ ശ്രമിക്കുന്നു, വളരെ കളർഫുൾ ആയിട്ടൊരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെ. ഇവരുടെ ആ ഒരു വിയർഡ് ട്വിസ്റ്റഡ് റൊമാൻസ് ഒരു മ്യൂസിക്കൽ ആംഗിളിലൂടെയാണ് ഡയറക്ടർ ടോഡ് ഫിലിപ്സ് കാണിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പാട്ടുകളിലൂടെ. ചുരുക്കി പറഞ്ഞ ലാ ലാ ലാൻഡ് വിത്ത് ഹാർലി ആൻഡ് ജോക്കർ. ഇപ്പൊ തന്നെ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞു സിനിമയുടെ ഈ ഒരു മ്യൂസിക്കൽ ആംഗിൾ കാരണം. പക്ഷേ ഈ ഫസ്റ്റ് ഹാഫിൽ ഈ ഡ്രാമയും മ്യൂസിക്കും സിങ്ക് ആവുന്ന രീതിയിലാണ് അവർ നെറേറ്റീവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മ്യൂസിക്കൽ എലിമെന്റ്സ് ഉള്ളത് ഒരു പോയിന്റ് വരെ എനിക്ക് ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് ടയർഡാക്കും. ഈ പാട്ടുകളൊക്കെ നമുക്ക് ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് ഈ സിനിമയുടെ ഡ്യൂറേഷനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുമുണ്ട്. 2 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട് ഈ സിനിമ. ഈ റൺ ടൈം ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു കഥ പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ഇഷ്യൂ. സോ ഓൾറെഡി തിന്നായിട്ടുള്ളൊരു കഥ അത്രയേറെ നീണ്ടുപോകാൻ കാരണം ഈ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന മ്യൂസിക്കൽ നമ്പേഴ്സാണ്. ലേഡി ഗാഗയുടെ പെർഫോമൻസ് എനിക്കൊരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. മ്യൂസിക്കൽ നമ്പേഴ്സ് ഇല്ലെങ്കിൽ മറ്റേതൊരു മെയിൻ സ്ട്രീം നടിക്കും ചെയ്യാൻ കഴിയുന്ന ഒരു പെർഫോമൻസ് ആയിട്ടാണ് ഇവിടെ ഫീൽ ചെയ്തത്. ഞാനിത് പറയുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ ഈ സിനിമയിൽ ലേഡി ഗാഗയുടെ പാട്ടുകളാണ് കുറച്ചധികം പോയിന്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഇറിറ്റേറ്റഡ് ആക്കുന്നത്. ലേഡി ഗാഗയുടെ പാട്ടുകളേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് വാക്കിംഗ് ഫീനിക്സിന്റെ ആ ഒരു പാട്ടും പെർഫോമൻസും ഒക്കെ തന്നെയാണ്. ഇപ്പോൾ ലാ ലാ ലാൻഡ് പോലെ 4 or 5 ഓർത്തിരിക്കുന്ന പാട്ടുകൾ വെച്ച് മാത്രമാണ് ഈ ഒരു എക്സ്പെരിമെന്റ് അവർ ചെയ്തിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ അങ്ങനെയല്ല. അതെല്ലാം പിന്നെയും പോട്ടേന്ന് വെക്കാം. അവസാനത്തെ ഒരു 10 മിനിറ്റാണ് സിനിമയെ ശരിക്കും താഴെ ഇടുന്നത്. അതുവരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന പല കാര്യങ്ങളും ഒരു പോയിന്റും ഇല്ല എന്ന രീതിയിലാണ് അവർ എൻഡ് ചെയ്യുന്നത്. നമ്മൾ എന്തിനാ ഇത് കാണാനിരിക്കുന്നത് എന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ ഭയങ്കരമായിട്ട് നമുക്ക് വരുത്തും. ഇനി പോസിറ്റീവ്സിലേക്ക് വന്നാൽ വാക്കിംഗ് ഫീനിക്സിന്റെ ഗംഭീര പെർഫോമൻസ് ആണ് ഇവിടെ അസാധ്യ നടന്ന് വീണ്ടും തെളിയിച്ചിട്ടുണ്ട്. ജോക്കറിന്റെ ആ മൈൻഡിലൂടെ വരുന്ന കാര്യങ്ങൾ ഇവിടെ പാട്ടുകളും വിഷ്വൽസുമായിട്ട് വരുമ്പോൾ അതിലേക്ക് വളരെ ഈസിയായി വാക്കിംഗ് ഫീനിക്സ് എത്തുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലെ ഒരു കോർട്ട് റൂം സീനിൽ പുള്ളിക്കാരന്റെ പെർഫോമൻസ് പീക്ക് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി അടുത്ത ഓസ്കാറിന് ഇതേ റോളിനൊരു ഓസ്കാർ നോമിനേഷൻ ഡിസർവ് ചെയ്യുന്നുണ്ട്. ലേഡി ഗാഗയുടെ പെർഫോമൻസ് നല്ലതായിട്ട് തോന്നിയത് ഈ വാക്കിംഗ് ഫീനിക്സിനോടൊപ്പമുള്ള സീൻസിലായിരുന്നു. അവർ ഒരുമിച്ചുള്ള സീൻസിൽ ആ ഒരു ഇന്റൻസിറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ജയിലിലൊരു വാർഡനായിട്ട് വരുന്ന ബ്രണ്ടൻ ഗ്ലീസിന്റെ പെർഫോമൻസും എടുത്തു പറയണം. ഇവരെ രണ്ടുപേരെയും പോലെ തന്നെ ഓൾമോസ്റ്റ് സെയിം സ്ക്രീൻ ടൈം പുള്ളിക്കുമുണ്ട്. ഈ സിനിമ വിഷ്വലി സ്റ്റണ്ണിംഗ് ആണ്. ആദ്യത്തെ സിനിമയുടെ ക്യാമറ വർക്ക് ചെയ്ത ലോറൻസ് ഷെയർ തന്നെയാണ് ഇവിടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഈ ലാ ലാ ലാൻഡ് പോലെയുള്ള മ്യൂസിക്കൽ സിനിമകളിലൊക്കെ കീപ്പ് ചെയ്യുന്ന അതേ ഒരു വിഷ്വൽസിന്റെ ഒരു എസ്തെറ്റിക് ക്വാളിറ്റിയൊക്കെ ഇവിടെ ലൈറ്റിങ്ങിലും സെറ്റ് ഡിസൈനിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമയുടെ ഭൂരിഭാഗം സീൻസ് ജയിലിലും പിന്നെ കോർട്ട് റൂമിലാണെങ്കിലും അവിടെയും വിഷ്വൽസിന് ഒരു റിച്ച്നെസ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ലൈമാക്സിൽ ഒരു സിംഗിൾ ഷോട്ട് പോലെ ഫീൽ ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതായത് കോർട്ട് റൂമിൽ നിന്ന് ഒരു കാറിലേക്കും കാറിൽ നിന്ന് പിന്നെ റോഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു സീൻ. അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. സോ ഈ സിനിമാറ്റോഗ്രഫിയൊക്കെ നല്ല താല്പര്യമുള്ളവർക്ക് ഒരു തവണ ഡെഫിനറ്റ്ലി കാണാനുള്ളതുണ്ട് ഈ സിനിമ. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയും, ഇത് മോബിയസ് പോലെയോ അല്ലെങ്കിൽ മാഡം വെബ് പോലെയോ ഒരു മോശം കോമിക് ബുക്ക് സിനിമയല്ല. പോസിറ്റീവ്സ് ഉള്ളത് വലിയ പോസിറ്റീവ്സ് തന്നെയാണെങ്കിലും സിനിമയുടെ ഓവറാൾ ഇമ്പാക്ട് നെഗറ്റീവ് തന്നെയാണ്. ഒരു സിനിമാറ്റിക് എക്സ്പെരിമെന്റ് മിസ്ഫയർ ചെയ്തതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ സിനിമ. ചില ഐഡിയാസ് ചിലപ്പോൾ ആദ്യം കൊള്ളാമെന്ന് തോന്നും, പക്ഷേ അത് വിഷ്വൽസിലേക്ക് വരുമ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നാം. അക്കാഡമി അവാർഡ് കിട്ടിയ ഒരു സൈക്കോളജിക്കൽ ഡ്രാമയായ ഒരു ഫസ്റ്റ് പാർട്ടിന് ഒരു സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അതൊരു മ്യൂസിക്കൽ സിനിമ ആകേണ്ട ആവശ്യമില്ല എന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല ലെജൻഡറി ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെയും ആ ഒരു പെർഫോമൻസിനെയും കംപ്ലീറ്റ് ആയി ഇവിടെ ഇല്ലാതാക്കി എന്ന് വേണേൽ പറയാം. നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. ഫസ്റ്റ് സിനിമ അത്ര ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഈ സിനിമ സ്കിപ്പ് ചെയ്യാവുന്നവരാണ്. അല്ലെങ്കിൽ വാക്കിംഗ് ഫീനിക്സിന്റെ ജോക്കറായുള്ള അസാധ്യ പെർഫോമൻസ് കാണണമെങ്കിൽ ഒരു തവണ ഇത് കണ്ടുപോകാം, അത്രമാത്രം. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ജോക്കർ 2. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.